ഹായ് മക്കളെ, നമസ്കാരം. സ്മിത ടീച്ചറാണ്. +1 സയൻസിൽ പ്രവേശനം ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് +1 ഫിസിക്സിലെ പാഠങ്ങളെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ തരാമെന്ന് വിചാരിക്കുന്നു. 60 മാർക്കിനാണ് എഴുത്തു പരീക്ഷയുള്ളത്. 15 അധ്യായങ്ങളിലായിട്ടാണ് 1ാം വർഷം ഫിസിക്സ് പഠിക്കാനുള്ളത്. പാഠങ്ങളുടെ തലക്കെട്ടുകൾ പരിചയപ്പെടാം. 1ാമത്തെ പാഠം ഫിസിക്കൽ വേൾഡ്, 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, 3 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, 4 മോഷൻ ഇൻ എ പ്ലെയിൻ, 5 ലോസ് ഓഫ് മോഷൻ, 6 വർക്ക് എനർജി ആൻഡ് പവർ, 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, 8 ഗ്രാവിറ്റേഷൻ, 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, 10 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, 11 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, 12 തെർമോഡൈനാമിക്സ്, 13 കൈനറ്റിക് തിയറി, 14 ഓസിലേഷൻസ്, 15 വേവ്സ്. ക്ലാസിക്കൽ മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ് എന്നീ ഭൗതിക ശാസ്ത്ര ശാഖകളിലായിട്ടാണ് ഈ 15 അധ്യായങ്ങൾ പ്രധാനമായിട്ടും വരുന്നത്. 2 പുസ്തകങ്ങളുണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഗ്രാവിറ്റേഷൻ വരെയുള്ള 8 പാഠങ്ങൾ 1ാമത്തെ പുസ്തകത്തിലുണ്ട്. തുടർന്നുള്ള പാഠങ്ങൾ സോളിഡ്സ് മുതൽ വേവ്സ് വരെ 2ാമത്തെ പുസ്തകത്തിൽ പഠിക്കാം. 1ാം അധ്യായത്തിന്റെ പേര് ഫിസിക്കൽ വേൾഡ് എന്നാണ്. വാട്ട് ഈസ് ഫിസിക്സ്? സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്, ഫിസിക്സ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്നിങ്ങനെ 4 ടോപ്പിക്കുകളാണ് ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്റർ പരീക്ഷാ പ്രധാനമല്ല. പരമാവധി 2-3 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ന് വാട്ട് ഈസ് ഫിസിക്സ്, സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്, ഫിസിക്സ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്നീ 3 ഭാഗങ്ങൾ ഓടിച്ചൊന്ന് പരിചയപ്പെടാം. ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കാണ് വാട്ട് ഈസ് ഫിസിക്സ്. ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിന. ഫിസിക്സ് ഒരു സയൻസ് ആണല്ലേ. The word science is originated from the Latin word scientia, which means to know. അറിയുക എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ സയൻഷ്യയിൽ നിന്നാണ് സയൻസ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതാനും നാച്ചുറൽ ഫിനോമിന കാണാം. ആദ്യത്തേത് സോളാർ എക്ലിപ്സ് ആണ്, സൂര്യഗ്രഹണം. സൂര്യഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൂര്യൻ പൂർണ്ണമായോ ഭാഗികമായോ മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്ന കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുക. നമുക്ക് അടുത്തത് സോളാർ സിസ്റ്റത്തെ കുറിച്ച് പറയാം. സൂര്യനും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നതാണ് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥം. ഇനി അടുത്ത പ്രകൃതി പ്രതിഭാസം എന്ന് പറയുന്നത് ഇടിമിന്നലാണ്. ഇടിമിന്നൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് കേട്ടിട്ടില്ലേ? ഒരു പ്ലാസ്റ്റിക് ചീപ്പോ ഗ്ലാസ് റോഡോ മറ്റോ ഉണങ്ങിയ മുടിയിൽ ഉരച്ച ശേഷം ഒന്ന് കോതിയ ശേഷം അവ ചെറിയ കടലാസ് തുണ്ടുകൾ പോലെയുള്ള ഭാരം കുറഞ്ഞ വസ്തുക്കൾ ആകർഷിക്കുന്നത് നമുക്ക് പരിചയമുള്ള പ്രതിഭാസമാണല്ലോ. പിന്നെ തണുത്ത കാലത്ത് വസ്ത്രങ്ങൾ ഊരുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനെല്ലാം കാരണക്കാരനായ സ്ഥിതവൈദ്യുതി എന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി തന്നെയാണ് ഇടിമിന്നൽ ഉണ്ടാവാനും കാരണം. എങ്ങനെയാണ് ഇടിമിന്നൽ ഉണ്ടാവുന്നത്? നീരാവി ഉയർന്ന ആകാശത്ത് ചെന്ന് മേഘമായി തണുക്കുന്നു. ഉയരങ്ങളിലെത്തുമ്പോൾ അവ തണുത്ത് ചാലകങ്ങളായി മാറുന്നു. പരസ്പരം തുടർച്ചയായി ഉരസിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഘങ്ങൾ. അതുകൊണ്ട് അവയില് ചാർജുകൾ ഉണ്ടാവുന്നു. ചാർജുകൾ ഉണ്ടാവാൻ മറ്റൊരു കാരണം വായുവുമായുള്ള ഘർഷണം കൊണ്ടാണ്. അപ്പൊ പോസിറ്റീവ് ചാർജ്
മേഘത്തിന്റെ ഉയർന്ന ഭാഗത്തും നെഗറ്റീവ് ചാർജ് മേഘത്തിന്റെ അടിഭാഗത്തും കേന്ദ്രീകരിക്കപ്പെടുന്നു. മേഘം എന്ന് പറയുന്നത് ഒരു നോൺ കണ്ടക്ടർ ആണ്. മീൻസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അക്കാരണത്താൽ ചാർജുകൾ വേറെ വേറെ നിന്ന് വർദ്ധിച്ചു വരുവാൻ കാരണമാകുന്നു. ചാർജുകൾ ശേഖരിച്ചു വെക്കുന്ന കപ്പാസിറ്ററുകൾക്ക് സമാനമാണ് ഈ അവസ്ഥ. കപ്പാസിറ്ററുകളെ കുറിച്ച് +2 ഫിസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. 2 പാരലൽ പ്ലേറ്റുകൾ, ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും, അതിന്റെ ഇടയിൽ ഒരു ഇൻസുലേറ്ററും വരുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മേഘങ്ങളുടെ അവസ്ഥ കപ്പാസിറ്ററുകൾക്ക് സമാനമാണ്. ഒരു പരിധി എത്തുമ്പോൾ വിരുദ്ധ ചാർജുകളുടെ ആകർഷണം മൂലം ഒരു വലിയ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. അങ്ങനെ ഈ വലിയ വൈദ്യുത പ്രവാഹമാണ് ഇടിയായും മിന്നലായും നമ്മൾ കാണുന്നത്. ഓക്കെ, അടുത്ത പ്രതിഭാസം ഏറ്റവും മനോഹരമായിട്ടുള്ള മഴവില്ലാണ്. മഴവിൽ ഉണ്ടാകുന്നത് എങ്ങനെ? സാധാരണ രാവിലെയോ വൈകുന്നേരമോ സൂര്യന്റെ വിപരീത ദിശയിലാണ് മഴവില്ല് ദർശിക്കാറുള്ളത്. മഴയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന മഴവില്ല് ഉണ്ടാകുന്നത് 3 പ്രക്രിയകളിലൂടെയാണ്. റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം, റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം അല്ലെങ്കിൽ അപഭംഗം അല്ലെങ്കിൽ വക്രീകരണം എന്നൊക്കെ പറയും, ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം. എളുപ്പത്തിൽ പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ജലകണികകളിൽ പതിക്കുന്ന പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നത് മൂലം കാണാൻ കഴിയുന്ന പ്രതിഭാസമാണ് മഴവില്ല്. മഴവില്ലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം, കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 5 പ്രകൃതി, ഇനി ഒരെണ്ണം കൂടി പറയാം. ഏതാ? വോൾക്കാനോസ്. വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതങ്ങൾ അല്ലെ? അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? തിളച്ചുരുകിയ മാഗ്മ രൂപത്തിലോ ബാഷ്പമായോ രണ്ടും ചേർന്നോ വൻതോതിൽ ഗ്രഹോപരിതലത്തിലേക്ക് മാഗ്മയും ബാഷ്പവും കൂടി ബഹിർഗമിക്കുന്ന പ്രതിഭാസമാണ് അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് 5 പ്രകൃതി പ്രതിഭാസങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയാം. ഏതൊക്കെയാണ്? സൂര്യഗ്രഹണം, സോളാർ എക്ലിപ്സ്, സോളാർ സിസ്റ്റം, സൗരയൂഥം, പിന്നെ റെയിൻബോ, മഴവില്ല്, വോൾക്കാനോസ്, പിന്നെ ഇടിമിന്നൽ, ലൈറ്റ്നിങ്. ഇങ്ങനെ 5 പ്രതിഭാസങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് ഫിസിക്സ് എന്നുള്ള ഭാഗത്ത് നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിനയിലാണ് ഈ 5 പ്രതിഭാസങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിലെ 2ാമത്തെ ഭാഗമാണ് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്. Physical phenomena are generally classified into 2 microscopic and macroscopic phenomena. Macroscopic phenomena പറയുന്നത് astronomical phenomena at the scale of galaxies or even the entire universe ആണ്. വലിയ വലിയ കാര്യങ്ങളാണ് മാക്രോസ്കോപ്പിക് ഫിനോമിനയിൽ വരുന്നത്. മൈക്രോസ്കോപ്പിക് ഫിനോമിനയിൽ അറ്റോമിക്, മോളിക്കുലർ ആൻഡ് ന്യൂക്ലിയർ ഫിനോമിന ഡിസ്കസ് ചെയ്യുന്നു. മാക്രോസ്കോപ്പിക് ഫിനോമിനയ്ക്കുള്ള എക്സാമ്പിൾസ് നോക്കിക്കോളൂ. ഒന്നാമത്തത് സൈസ് ഓഫ് യൂണിവേഴ്സ്. ഇറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻26 മീറ്റർ. 1 എഴുതി 26 പൂജ്യങ്ങൾ ഇടണം, അത്രയും വലുതാണ് യൂണിവേഴ്സിന്റെ സൈസ് എന്നുള്ളത്. മാസ് ഓഫ് യൂണിവേഴ്സ് 10⁻55 കിലോഗ്രാം, ബ്രഹ്മാണ്ഡ പിണ്ഡമാണ്. 1 എഴുതി 55 പൂജ്യങ്ങൾ ഇടണം, സങ്കല്പിക്കാനാവാത്ത അത്രയും വലിയ മാസാണ്. പിന്നെ സമയത്തിന് മാക്രോസ്കോപ്പിക് സ്കെയിലിലുള്ള എക്സാമ്പിൾ സൂര്യന്റെ പ്രായമാണ്. സൂര്യന്റെ പ്രായം 460 കോടി വർഷങ്ങളാണ്. 460 കോടി സെക്കൻഡ്സിലാക്കിട്ട് പറയുമ്പോൾ ഏകദേശം 10⁻18 സെക്കൻഡ്സ് വരും. ഇനി മൈക്രോസ്കോപ്പിക് ഫിനോമിനയ്ക്ക് എക്സാമ്പിൾസ് നോക്കാം. Radius of nucleus, it is of the order of 10⁻−14 meter. Radius of atom is of the order of 10⁻−15 meter. Radius of nucleus 10⁻−14 meter. Radius of atom 10⁻−15 meter. Then mass of electron 10⁻−30 kilogram.
9.1 into 10 power minus 31 കിലോഗ്രാം ആണ്. അത് 10ന്റെ പവറിലാക്കി മാത്രം പറയുമ്പോൾ 10 power minus 30 കിലോഗ്രാം എന്ന് പറയും. പിന്നെ ന്യൂക്ലിയസിനെ ക്ലോസ് ചെയ്യാൻ പ്രകാശത്തിന് എടുക്കുന്ന സമയം 10 power minus 22 സെക്കൻഡ് ആണ്. ഇനി മാക്രോസ്കോപ്പിക് ഫിനോമിനയ്ക്കും മൈക്രോസ്കോപ്പിക് ഫിനോമിനയ്ക്കും ഏതാനും എക്സാമ്പിൾസ് കാണിച്ചിരിക്കുന്നു. ആദ്യം മാക്രോസ്കോപ്പിക് ഫിനോമിന നോക്കാം. മോഷൻ ഓഫ് എ ട്രെയിൻ, അത് നമ്മൾ +1 ഫിസിക്സിൽ തെർമോഡൈനാമിക്സ് എന്നുള്ള ടോപ്പിക്കില് വർക്കിംഗ് ഓഫ് ഹീറ്റ് എഞ്ചിൻ പഠിക്കുന്നുണ്ട്. മോഷൻ ഓഫ് എയ്റോപ്ലെയിൻ, ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് എയ്റോപ്ലെയിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതില് പാർട്ട് 2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പ്ലേലിസ്റ്റിൽ ഇട്ടിരിക്കാം. അപ്പോ അവിടെ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് കാണാം. ഓക്കെ, റോക്കറ്റ് പ്രൊപ്പൽഷനെ ലോസ് ഓഫ് മോഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ഫോർവേഡ് മൊമെന്റവും ബാക്ക്വേർഡ് മൊമെന്റവും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. ഫോർവേഡ് മൊമെന്റം റോക്കറ്റിനാണ് ഉണ്ടാവുന്നത്. ബാക്ക്വേർഡ് മൊമെന്റം പുറത്തേക്ക് പോകുന്ന ഇന്ധനം പുക പോകുന്നത് കാണാറില്ലേ? അപ്പൊ അത് റോക്കറ്റ് മുന്നിലേക്ക് ഗമിക്കുന്നതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രതിഭാസമാണ് ഫ്യൂവലിന്റെ ബഹിർഗമനം എന്ന് പറയുന്നത്. റോക്കറ്റ് പ്രൊപ്പൽഷന്റെ പ്രിൻസിപ്പിൾ ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് +1 ഫിസിക്സിൽ തന്നെ. പിന്നെ അടുത്ത മാക്രോസ്കോപ്പിക് ഫിനോമിന ലൂണാർ എക്ലിപ്സ് ആണ്. ലൂണാർ എക്ലിപ്സ് എന്നാൽ ചന്ദ്രഗ്രഹണം. എന്നാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണം വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി ദിവസം സംഭവിക്കുന്നു. ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുക. ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ഭൂമിയുമായുള്ള ദിശയിൽ സൂര്യന് നേരെ എതിർ ദിശയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതെല്ലാം ഏതാനും മാക്രോസ്കോപ്പിക് ഫിനോമിനയ്ക്ക് എക്സാമ്പിൾ ആണ്. സോളാർ സിസ്റ്റം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉള്ള സൗരയൂഥം സോളാർ സിസ്റ്റം. അടുത്തതൊരു എക്സാമ്പിൾ പറയുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് വാട്ടർ വേവ്സ് ആണ്. പ്രൊപ്പഗേഷൻ ഓഫ് വാട്ടർ വേവ്സ് എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഏതാനും മാക്രോസ്കോപ്പിക് ഫിനോമിന ഡിസ്കസ് ചെയ്തത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി മൈക്രോസ്കോപ്പിക് ഫിനോമിനയ്ക്ക് എക്സാമ്പിൾസ് പറയാം. ആറ്റം, ന്യൂക്ലിയസ്, ഇതെല്ലാം മൈക്രോസ്കോപ്പിക് ഫിനോമിന മൈക്രോസ്കോപ്പിക് സ്കെയിലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ആറ്റത്തില് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഉണ്ട്. ന്യൂക്ലിയസില് ന്യൂട്രോൺസും പ്രോട്ടോൺസും ആണുള്ളത്. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അറ്റോമിക് സൈസ് 10 power minus 15 മീറ്റർ റേഡിയസ് വരുന്നു. ന്യൂക്ലിയർ റേഡിയസ് 10 power minus 14 മീറ്റർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇക്കാര്യം. ഇനി ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് പറയാം. ന്യൂക്ലിയർ ഫിഷൻ എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the process of splitting of a heavy nucleus into two lighter nuclei is known as nuclear fission. Okay, ഇവിടെ നമ്മുടെ ഒരു ഹെവി ന്യൂക്ലിയസ് യുറേനിയം 92-235 കാണിച്ചിരിക്കുന്നു. അതിനെ ന്യൂട്രോൺ വെച്ച് ബൊമ്പാർഡ് ചെയ്യിക്കുമ്പോൾ എന്തെല്ലാമാണ് ഉണ്ടാവുന്നത്? ഒരു ബേരിയം ന്യൂക്ലിയസ് ഉണ്ടാവുന്നുണ്ട്, ഒരു ക്രിപ്റ്റോൺ ന്യൂക്ലിയസ് ഉണ്ടാവുന്നുണ്ട്, പിന്നെ 3 ന്യൂട്രോൺസും ഉണ്ടാവുന്നുണ്ട്. പാരന്റ് ന്യൂക്ലിയൈ ഏതെല്ലാമാണ്? യുറേനിയവും ന്യൂട്രോണും ആണ്. അതിന്റെ രണ്ടിന്റെയും കൂടി മാസ് കണക്കാക്കുക, കമ്പൈൻഡ് മാസ് കണക്കാക്കുക. ഡോട്ടർ ന്യൂക്ലിയൈ ഏതെല്ലാമാണ്? ബേരിയവും ക്രിപ്റ്റോണും 3 ന്യൂട്രോണുകളുമാണ്. അതിന്റെ എല്ലാത്തിന്റെയും കൂടി മാസ് കണക്കാക്കുക. അപ്പോ പാരന്റ് ന്യൂക്ലിയയുടെ മാസിനേക്കാളും ഒരു അല്പം മാസിന്റെ കുറവുണ്ടായിരിക്കും ഡോട്ടർ ന്യൂക്ലിയൈകളുടെ മാസിന്. ഈ മാസിന്റെ കുറവിനെ മാസ് ഡിഫക്റ്റ് എന്നാണ് പറയുക. മാസ് ഡിഫക്റ്റ് ഐൻസ്റ്റൈന്റെ മാസ് എനർജി റിലേഷൻഷിപ്പിനെ അനുസരിച്ചുകൊണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇതാണ് നമ്മുടെ ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിൾ.
ഓക്കെ, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ് ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ദിസ് മൈക്രോസ്കോപ്പിക് ഫിനോമിന, nuclear fission, I think is clear to you. Okay, ഇനി ഒരു മൈക്രോസ്കോപ്പിക് ഫിനോമിന നമുക്ക് പറയാനുള്ളത് റേഡിയോ ആക്റ്റീവ് ഡീകേ ആണ്. എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ദ സ്പോണ്ടേനിയസ് ഡീകേ ഓഫ് നാച്ചുറലി ഒക്കറിംഗ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ ഈസ് കോൾഡ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി. നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ഹെൻറി ബെക്വറൽ എന്ന സയന്റിസ്റ്റ് ആണ്. മാഡം ക്യൂറിയും പിയറി ക്യൂറിയും എല്ലാം ഇതില് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. മാഡം ക്യൂറിയെ കുറിച്ചും പിയറി ക്യൂറിയെ കുറിച്ചും റേഡിയവും ക്യൂറി ദമ്പതിമാരും എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എന്താണ് റേഡിയോ ആക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് radiation in the form of particles or high energy photons resulting from a nuclear reaction. ആൽഫ, ബീറ്റ എന്നീ പാർട്ടിക്കിളുകളോ ഗാമ കിരണങ്ങളോ പുറപ്പെടുവിക്കുന്ന രീതിയിൽ യുറേനിയം, തോറിയം, റേഡിയം തുടങ്ങിയ ഭാരം കൂടിയ അറ്റോമിക് ന്യൂക്ലിയസുകളുടെ സ്വാഭാവിക വിഘടനത്തെയാണ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. റേഡിയത്തിനെ കണ്ടുപിടിച്ചത്, റേഡിയോ ആക്റ്റീവായ റേഡിയം എന്ന നാച്ചുറലി ഒക്കറിംഗ് എലിമെന്റ് കണ്ടുപിടിച്ചത് നമ്മുടെ മാഡം ക്യൂറി ആണ്. മാഡം ക്യൂറിയും പിയറി ക്യൂറിയും കൂടിയാണ് ഈ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകത്തിന്റെ കണ്ടുപിടുത്തം നടത്തിയത്. അക്കാര്യങ്ങൾ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ജീവചരിത്രം പറയുന്നത്. ഓക്കെ, സോ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്, ഐ തിങ്ക് this topic is clear. Thank you. ഫിസിക്കൽ വേൾഡ് എന്ന ഒന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ഫിസിക്സ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ഫിസിക്സ്, സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്, ഈ രണ്ട് ടോപ്പിക്കുകളാണ്. ഇപ്പോൾ പറയാൻ പോകുന്നത് ഫിസിക്സ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി. എന്താണ് ഫിസിക്സ്, ടെക്നോളജി ആൻഡ് ഫിസിക്സ് സൊസൈറ്റിയിൽ കാണുന്നത്? ദ കണക്ഷൻ ബിറ്റ്വീൻ ഫിസിക്സ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി ഈസ് ഡിസ്കസ്ഡ് ഹിയർ. അതിന് പല എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ പരിചിതമായ കാര്യങ്ങളാണ് ടെലിവിഷൻ ആൻഡ് റേഡിയോ, കമ്പ്യൂട്ടർ, സ്റ്റീം എഞ്ചിൻ, റോക്കറ്റ് പ്രൊപ്പൽഷൻ, എയ്റോപ്ലെയിൻ, ഒപ്റ്റിക്കൽ ഫൈബർ, മൈക്രോസ്കോപ്പ്, സോണാർ, ആന്റിന, ഇലക്ട്രിക് ജനറേറ്റർ, ഇതൊക്കെ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഫിസിക്സ് ബിഹൈൻഡ് അല്ലെങ്കിൽ ടെക്നോളജി ഒക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കും. +1 ഫിസിക്സിലും +2 ഫിസിക്സിലുമായിട്ട്. ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഫോളോയിങ് ആർ ദി ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. 4 എണ്ണമാണുള്ളത്. ആദ്യത്തേത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. പിണ്ഡമുള്ള, മാസുള്ള ഏത് വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലം അട്രാക്റ്റീവ് ആണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദി യൂണിവേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ഏറ്റവും ദുർബലമായ ബലമാണെങ്കിലും ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുക്കൾ തമ്മിലും ആകർഷണ ബലം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന കാര്യത്തില് ഇലക്ട്രിക് ഫോഴ്സിനെ കുറിച്ചും മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇലക്ട്രിക് ഫോഴ്സ് എന്നാൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 ഇലക്ട്രിക് ചാർജസ്. നമുക്കറിയാം 2 തരം ചാർജസ് ആണുള്ളത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇലക്ട്രിക് ഫോഴ്സ് ചാർജ് ഡിപ്പെൻഡന്റ് ആണ്. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുമെന്നും അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുമെന്നും നമുക്കറിയാം. ഇവിടെ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്ത ഗ്ലാസ് റോഡും
അതുപോലെ പ്ലാസ്റ്റിക്കുമായിട്ട് റബ്ബ് ചെയ്ത ഫൈബർ ആണ് കാണിച്ചിരിക്കുന്നത്. സോ വെൻ എ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് സിൽക്ക്, some of the electrons from glass rod is transferred to silk. So glass rod becomes positively charged and silk becomes negatively charged. Okay, when a plastic rod is rubbed with a fiber, electrons from fiber is transferred to plastic rod. So plastic rod becomes negatively charged and fiber becomes positively charged. Okay, then when glass rod and plastic rod are brought together, they attract each other because glass rod has now positive charge and plastic rod has now negative charge. When two glass rods are brought together, they repel each other. Also, when two plastic rods are brought together, they also repel each other because they have the same negative charge. Okay, this is about electric force. നെക്സ്റ്റ് ഈസ് ഒരു കാര്യം കൂടി നമുക്കറിയാം നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയിൽ പറഞ്ഞപ്പോ സൂചിപ്പിച്ചിരുന്നു, ഉണങ്ങിയ മുടിയിൽ ചീർപ്പ് വെച്ച് കോതുമ്പോഴേക്കും ചീർപ്പിന് ഒരു ചാർജ് ലഭിക്കുന്നുണ്ട്. ആ ചാർജ് കാരണം അതിന് ഭാരം കുറഞ്ഞ പേപ്പർ കഷ്ണങ്ങളെയൊക്കെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, so this is about static electricity and electric force. The next is magnetic force. Electromagnetic force ലെ രണ്ടാമത്തെ ഭാഗമാണ് magnetic force. Magnets നോർത്ത് പോളും സൗത്ത് പോളും ഉള്ളതാണെന്ന് നമുക്കറിയാം. The force of attraction or repulsion between two magnets is explained in magnetic force. We know like poles repel each other, unlike poles attract each other. നോർത്ത് പോളും സൗത്ത് പോളും രണ്ടും കൂടി ചേർന്ന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നോർത്ത് പോളിന് സ്വന്തമായിട്ടോ സൗത്ത് പോളിന് മാത്രമായിട്ടോ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ ചാർജസിന്റെ കാര്യത്തിലാണെങ്കിൽ പോസിറ്റീവ് ചാർജിന് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിന് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ മാഗ്നറ്റിന്റെ കാര്യത്തിൽ അത് സാധ്യമല്ല. നോക്കിക്കോളൂ, രണ്ട് മാഗ്നറ്റ്സ് കൊണ്ടുവരുമ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ അവ അട്രാക്ട് ചെയ്യും. രണ്ട് നോർത്ത് പോളാണ് അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും അട്രാക്ഷൻ ഉണ്ടാവുകയില്ല, റിപ്പൽഷൻ ആയിരിക്കും. അതുപോലെ രണ്ട് സൗത്ത് പോളുകളാണ് അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെയും റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുക. ഒരിക്കലും അവ ആദ്യത്തെ കേസിൽ കാണിച്ചതുപോലെ അട്രാക്ട് ചെയ്ത് നിൽക്കുകയില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയോൺസ്, അതായത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഓഫ് ആൻ ആറ്റം. നമുക്കറിയാം ന്യൂക്ലിയസിലുള്ളത് പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. അവ തമ്മിലുള്ള ആകർഷണ ബലത്തെ സംബന്ധിക്കുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ഫോഴ്സ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് പറയാൻ സാധിക്കും. ന്യൂക്ലിയസിന്റെ വലിപ്പം നമുക്കറിയാം. ന്യൂക്ലിയസിന്റെ റേഡിയസ് 10⁻⁻14 മീറ്റർ ആണ്. ന്യൂക്ലിയർ റേഞ്ചിലാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്, 10⁻⁻14 മീറ്റർ ആണ്. ഇത് ന്യൂക്ലിയോൺസിന്റെ സ്പിന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്പിൻ എന്ന് പറഞ്ഞാൽ വലിയ ക്ലാസ്സുകളിൽ ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ് സ്പിന്നും ഡൗൺ സ്പിന്നും ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പ്രോട്ടോൺസും തമ്മിലും പ്രോട്ടോൺസും ന്യൂട്രോൺസും തമ്മിലുമാണ് ആക്ട് ചെയ്യുന്നത്. ന്യൂട്രോൺസും ചാർജ് ഇല്ലാത്തവയാണ്. അപ്പോ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചാണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ച്വലി നിങ്ങളുടെ സ്കോപ്പിനേക്കാളും പുറത്തുള്ള കാര്യങ്ങളാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൽ പറയുന്നത്. നമ്മുടെ ചില മൂലകങ്ങളൊക്കെ എടുക്കുമ്പോഴേ അവയുടെ ന്യൂക്ലിയസിൽ നിന്നും റേഡിയോ ആക്റ്റീവ് ഡീകെ സംഭവിക്കുന്നതിന് പിന്നിലെ ശക്തിയാണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബീറ്റ ഡീകെ നടക്കുമ്പോൾ
വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് പ്രബല ശക്തി എന്ന് പറയുന്നത്. ദ ഫോഴ്സ് അസോസിയേറ്റഡ് വിത്ത് ബീറ്റ ഡീകെ ഓഫ് എ ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, the weak nuclear force is not as weak as the gravitational force but much weaker than the strong nuclear and electromagnetic forces. Okay, gravitational force ന്റെ അത്രയും വീക്ക് ഫോഴ്സ് അല്ല, പക്ഷേ അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാളും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാളും വീക്കറാണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁻16 മീറ്റർ ആണ്. ഓക്കെ, ഇനി ബോക്സിൽ കാണിച്ചിരിക്കുന്ന കാര്യമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ റേഞ്ചിന്റെ റിലേറ്റീവ് സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ 4 ഫണ്ടമെന്റൽ ഫോഴ്സസിനെ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത്. റിലേറ്റീവ് സ്ട്രെങ്തിന്റെ അവരോഹണ ക്രമത്തിലോ ആരോഹണ ക്രമത്തിലോ ക്ലാസിഫൈ ചെയ്യാൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ദെൻ കംസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ആൻഡ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പോലെ തന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ന്യൂക്ലിയസിൽ മാത്രം സംഭവിക്കുന്ന ഒരു ശക്തിയാണ്. ഉദാഹരണത്തിന് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിലെ പ്രോട്ടോണുകളെ ന്യൂട്രോണുകളെ പ്രോട്ടോണുകളുമായി മാറാൻ സഹായിക്കുന്നത്. ഈ പ്രവർത്തനം നടക്കുമ്പോൾ വിവിധ തരം എലിമെന്ററി പാർട്ടിക്കിളുകളുടെ എമിഷനോ അബ്സോർപ്ഷനോ ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കുറച്ച് അഡ്വാൻസ്ഡ് ആണ് മനസ്സിലാക്കാനുള്ളത്. പിന്നീട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇമ്പോർട്ടന്റ് ആണ്, നന്നായി പഠിക്കണം. ഓക്കെ, ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിലെ ഏതാനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും എക്സാമിന് വരാറുള്ളത്. ഈ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സയന്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് കമ്പ്യൂട്ടേഴ്സ്? ഫസ്റ്റ് ഓപ്ഷൻ ഡിജിറ്റൽ ലോജിക്, സെക്കൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, തേർഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി, ഫോർത്ത് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഡിജിറ്റൽ ലോജിക് ആണല്ലേ, അപ്പൊ നമുക്ക് അത് മാർക്ക് ചെയ്യാം, ഡിജിറ്റൽ ലോജിക് എന്ന്. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ഒബ്ജക്ട്സ് ബൈ വെർച്യൂ ഓഫ് മാസസ്, ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് ദി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ ഓപ്ഷൻ കൊടുത്തു നോക്കി, തെറ്റാണെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റി കൊടുക്കാമേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് ആൻ എയ്റോപ്ലെയിൻ? വർക്കിംഗ് ഓഫ് ആൻ എയ്റോപ്ലെയിൻ എന്ന് പറയുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് ഫ്ലൂയിഡ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ബെർണോളിസ് പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ? നമ്മുടെ എയ്റോപ്ലെയിന്റെ വിങ്സ് ഇല്ലേ, അതിനൊരു പ്രത്യേകതരം ഷേപ്പാണ് അല്ലെ. ഇങ്ങനെ ഒരു പ്രത്യേകതരം മൊറം പോലെ ആയിരിക്കണം, ഉയർന്ന് താഴത്തെ ഭാഗം ഫ്ലാറ്റ് ആയിരിക്കും, പിന്നെ മുകളിലത്തെ ഭാഗം ഉയർന്ന് താഴ്ന്ന് ഒരു പ്രത്യേക ഷേപ്പിലാണ്. ഓക്കെ, വെൻ ആൻ എയ്റോപ്ലെയിൻ മൂവ്സ് ഫോർവേഡ്, the air blown in the form of streamlines over the wings of an aeroplane. സ്ട്രീംലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. എയ്റോപ്ലെയിൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ആസ് ദി അപ്പർ സർഫസ് ഓഫ് ദി വിങ് ഈസ് മോർ കർവ്ഡ് ദാൻ ദി ലോവർ സർഫസ്, ദ സ്പീഡ് ഓഫ് എയർ എബോവ് ദി വിങ്സ് ഈസ് ലാർജർ ദാൻ ദി സ്പീഡ് ഓഫ് എയർ ബിലോ ദ വിങ്സ്. അപ്പോൾ ഈ എയ്റോപ്ലെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ മുകളിലത്തെ ഭാഗത്തിലെ വിങ്സിന്റെ മുകളിലുള്ള എയറിന്റെ വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും, താഴത്തെ ഭാഗത്തെ എയറിന്റെ വെലോസിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ദ പ്രഷർ എബോവ് ദ വിങ്സ് ബിക്കംസ് ലെസ് ദാൻ ദി പ്രഷർ ബിലോ ദി വിങ്സ്. മുകളിലത്തെ പ്രഷർ കുറവായിരിക്കും,
താഴത്തെ പ്രഷർ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഡിഫറൻസ് ഇൻ പ്രഷർ രൂപീകരിക്കപ്പെടും. ഡ്യൂ ടു ദിസ് പ്രഷർ ഡിഫറൻസ് ദ എയ്റോപ്ലെയിൻ വിങ്സ് ഗെറ്റ് അപ്വേർഡ് ഫോഴ്സ് ടു ഓവർകം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഒരു അപ്ത്രസ്റ്റ് ഉണ്ടാവും ഈ പ്രഷർ ഡിഫറൻസ് കാരണം. അങ്ങനെ എയ്റോപ്ലെയിൻ വിങ്സിന് മുകളിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്ത് പോകാൻ സാധിക്കും. നിങ്ങൾക്കിത് അത്ര കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്നറിയാം. ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് +1 ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഭാഗമാണ്. ഇപ്പോ തൽക്കാലം ഈ ഓപ്ഷൻ മാർക്ക് ചെയ്യാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് ഉള്ളൊരു പ്രിൻസിപ്പിൾ ആണിത്. പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ഇതിന്റെ എല്ലാത്തിനെയും കൂടി സം എടുത്ത് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഔട്ട് ഓഫ് ദി ഫോളോയിങ് ഫോഴ്സസ് വിച്ച് വൺ ഈസ് ദി സ്ട്രോങ്സ്റ്റ്? ഏതാണ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലേ? അതല്ലേ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള? ഓക്കെ, ഇനി അറേഞ്ച് ദി ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ഓൺ ദി ബേസിസ് ഓഫ് ദെയർ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻ അസെൻഡിങ് ഓർഡർ. ഏറ്റവും വീക്ക് ഫോഴ്സ് ഏതായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ അതിനേക്കാൾ സ്ട്രോങ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെ? ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ്? എ ആണോ നോക്കാം, മാർക്ക് ചെയ്യാം. അവസാന റിസൾട്ട് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറേഞ്ച് ദ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻ അസെൻഡിങ് ഓർഡർ. എല്ലാ പരീക്ഷയ്ക്കും അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ റോക്കറ്റ് പ്രൊപ്പൽഷൻ. റോക്കറ്റ് പ്രൊപ്പൽഷന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, തേർഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഓപ്ഷൻ കൊടുത്തത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്നാണ്. ഇനി the process of splitting of a heavy nucleus into two is known as nuclear fission അല്ലേ? അടുത്തത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ is discovered by Isaac Newton. ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് is always attractive ഇല്ലേ? ചാർജ് ഒന്നും ഇല്ലല്ലോ അട്രാക്ഷനും റിപ്പൽഷൻ പറയാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. 10 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നമ്മൾ മാർക്ക് ചെയ്തു. റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, 10 on 10 കിട്ടി. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.